ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള അമ്പലത്തിലെ കൊടിയേറ്റം ഉണ്ടാ. അപ്പോൾ അതിന് പോകുന്നൊരു ചെറിയൊരു വ്ളോഗാണ്. അതായത് ഉത്സവം നമ്മളുടെ ഇവിടെ 5 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഡേ ഫുള്ള് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 9:30-ക്കും അതുപോലെ തന്നെ 9:50-നും ഉള്ളിലായിട്ടാണ് കൊടിയേറ്റം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും ചേച്ചിയും അച്ഛമ്മയും എല്ലാവരുമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ വന്ന ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു. പിന്നെ പുറത്ത് കൊടിമരത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ അത്യാവശ്യം ആൾക്കാർ നമ്മുടെ ഇന്ന് സദ്യ ഉണ്ട് കേട്ടോ. അപ്പം അതിനായിട്ടൊരു പന്തലിട്ടിട്ടുണ്ട്. അവിടെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കൊടിയേറ്റമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും ചേച്ചിയും കൂടി. അതായത് പിന്നെ പൂജയൊക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം വെയിലായി തുടങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിൽക്കാനായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനും ചേച്ചിയും കൂടി ഉച്ചയ്ക്കാണ് കേട്ടോ പോയത്. ഉച്ചയ്ക്ക് നമ്മുടെ ഇവിടെ സദ്യ ഉണ്ട്. അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു 12:45 ആയി കഴിഞ്ഞപ്പോൾ സദ്യ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ആ ഒരു ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അതിനുശേഷം നമ്മളൊരു 6:30 6:45 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇല്ലത്തെന്ന് പറയുന്ന അമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് താലമുണ്ട്. പിന്നെ ആ താലം കാണാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ആ ചെല്ലുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ജംഗ്ഷനിലേക്ക് താലം വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് നേരം കാവടിയും താലമൊക്കെ കണ്ട് പിന്നെ നമ്മൾ താലത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഈ താലം ഇല്ലത്തെന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ അവിടെ നിന്നാണ് താലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കോറ്റോടത്തമ്പലം കവർ ചെയ്താണ് നമ്മുടെ തലക്കാട്ടമ്പലത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രം കവർ ചെയ്യൽ മാത്രമല്ല, ക്ഷേത്രത്തിൽ താലം കയറുകയും ചെയ്യും. കുറച്ച് നേരം അവിടെ കാവടിയും തെയ്യമൊക്കെ അത് നിന്ന് കുറച്ച് നേരം അവിടെ ഉണ്ടാവും കേട്ടോ. ചെണ്ടമേളമൊക്കെ ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞാണ് നമ്മുടെ അമ്പലത്തിലേക്ക്
പോകുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന പോലെ കേട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. അങ്ങനെ താലം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും നമ്മൾ വേഗം അമ്പലപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്പലപ്പറമ്പിലാണെങ്കിൽ അത്യാവശ്യം അധികം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ കസേരയിലൊക്കെ ആയിട്ട് നമ്മുടെ പന്തലിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ താലം വന്ന് അമ്പലത്തിൽ കയറി. അതിനുശേഷം കുറച്ച് ടൈം കാവടിയും തെയ്യമൊക്കെ കുറച്ച് നേരം കാവടി തുള്ളും ചെണ്ടമേളമൊക്കെ ഉണ്ടാവും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെച്ച് തന്നെ. അങ്ങനെ കുറച്ച് ടൈം കാവടി തുള്ളലും ചെണ്ടമേളമൊക്കെ അമ്പലപ്പറമ്പിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള പിള്ളേരുടെയൊക്കെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരം ഉള്ളത്. ഞാൻ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അങ്ങനെ താലം വന്ന് കയറി നമ്മൾ കാവടിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ ഡാൻസ് 3 ആളിനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ഡാൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ ഡാൻസും കണ്ടതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരുടെയൊക്കെ ഡാൻസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ അധികം ഡാൻസുകളുടെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഡാൻസും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.